കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഈ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് എവിടെയെങ്കിലും ചെന്നൊന്ന് മഞ്ഞ് നേരിട്ട് കാണണം. കുറെ കാലമായി. ഈ വേനൽക്കാലത്തിന് മുന്നേ കഴിഞ്ഞ മഴക്കാലത്താണ് നമുക്കിതൊന്ന് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ഇത്രയും മഴ ഒക്കെ പെയ്ത് തണുപ്പൊക്കെ ആയെങ്കിലും പോകാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കുറച്ചേറെ ദിവസമായി ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അന്ന് ഒരു ദിവസം നടക്കുന്നില്ല, എല്ലാ ദിവസവും വൈകുന്നേരം ആവുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഒക്കെ ആയിട്ട് പോകുന്നു, നടക്കാതെ പോകുന്നു. പിന്നെ ഇന്നാണ് അങ്ങനെ ഒരു സമയം കിട്ടിയത്. ഇന്നിപ്പം നമ്മുടെ ഒരു സുഹൃത്ത് കോട്ടയം പോയി, ജെറിന് കോട്ടയം പോയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അജിത്ത് പാലായിലുണ്ട്. അപ്പം ഇവര് രണ്ടുപേരും കൂടെ കൂട്ടി പോയേക്കാന്നൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. എവിടെ പോകുമെന്ന് ഉറപ്പില്ല. ചിലപ്പോൾ മിക്കവാറും വാഗമൺ സൈഡ് എവിടെയെങ്കിലും ആയിരിക്കും തീക്കോയപ്പുറം. ഈ കോട്ടയം ജില്ലയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കോട്ടയം പാലായുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മലയോരമായതുകൊണ്ട് പെട്ടെന്ന് എത്രയും വേഗം നമുക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റും. ഏതെങ്കിലും ഇടുക്കിയുടെ സൈഡിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ, ആ ഒരു സൈഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മലയായി. അതുപോലെ റൈറ്റ് സൈഡിലേക്ക്, നമ്മുടെ റൈറ്റ് സൈഡ് എന്ന് പറയത്തില്ല, എറണാകുളം സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൗണിന്റെ ഏരിയകള് കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ എല്ലാം ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ പെട്ട ഒരു സ്ഥലമാണ് പാല. അപ്പം ഇപ്പൊ ഉച്ച കഴിഞ്ഞു, എന്നാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പോയി കണ്ടിട്ട് വരാനുള്ള സമയം കിട്ടും. അപ്പൊ ഇന്ന് ഞങ്ങളൊന്ന് അങ്ങനെ ഇടുക്കി സൈഡിലേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി മഞ്ഞൊക്കെ കണ്ടിട്ട് വരാം. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ സ്റ്റീറിംഗ് വളയം പിടിക്കാൻ പറ്റത്തില്ല. കൂട്ടത്തിലുള്ളവന് വണ്ടി ഓടിക്കണമെന്നുള്ള ഒറ്റൊരു ആഗ്രഹം കൊണ്ട് സൗദിയിൽ നിന്ന് ഇവിടെ വന്നവനാണ്. അപ്പം അവൻ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളയം പോലും പിടിക്കാൻ പറ്റത്തില്ല. അത് ഒരു രസമാണ്.